യെസ്, നമ്മുടെ നാട്ടിലെ കുട്ടികൾ അതുപോലെ തന്നെ പാരൻസും ഇന്ന് വളരെ അധികം കരിയർ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് AI-യുടെയൊക്കെ വരവിന് ശേഷം എന്തൊക്കെ കോഴ്സുകൾ അല്ലെങ്കിൽ എന്ത് പഠിച്ചാലാണ് ഇനി അവരുടെ കരിയർ ഒന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി വരുന്ന 2025 മുതൽ കുട്ടികൾ എങ്ങനെ കരിയറിനെ കുറിച്ച് അവരെടുക്കുന്ന കോഴ്സ് ഓപ്ഷൻസിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. JP EduFiയുടെ ഈ വീഡിയോയിലേക്ക് എത്തിയിട്ടുള്ള ഡോക്ടർ ജോസഫ് സാറിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാൻ. അതെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പാരൻസും കുട്ടികളും 2025 മുതൽ നമുക്കറിയാം, കുട്ടികൾ ഇന്ന് മെഡിക്കൽ ഫീൽഡിലേക്കും അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള ഫീൽഡിലേക്കും ആർട്സ് ആൻഡ് സയൻസ് പ്രോഗ്രാമുകളിലേക്കാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്ത് മാസ്റ്റർ അല്ലെങ്കിൽ അവരുടെ PG അല്ലെങ്കിൽ ഡിഗ്രി പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യും. ഇവർക്ക് ഇനി വരുന്ന ഒരു 10 വർഷത്തിൽ എങ്ങനെ പ്ലാൻ ചെയ്താൽ നടക്കും എന്നതിനെ കുറിച്ച് അതിലാദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിലേക്കാണ്. സാറിന്റെ അഭിപ്രായത്തിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഇനി വരുന്ന 10 കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് ഓപ്ഷൻസോട് കൂടി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ടെക്നിക്കലി ചിന്തിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കോഴ്സ് ഓപ്ഷൻസ്? സാറ് നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതൊരു വലിയൊരു തരംഗമാണ്. കാരണം പല പ്രൊഫഷൻസും ഈ AI വന്നതോടുകൂടി ഇല്ലാതാവുമെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് വരെ ഇവരുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രോസസ്സിൽ പഴയ പോലെ ടാലി, ബാലൻസ് ഷീറ്റ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് കംപ്ലീറ്റ്ലി മാറി എല്ലാം ഓരോ സോഫ്റ്റ്വെയറുകൾ കൈയടക്കുന്ന കാലഘട്ടത്തിൽ കഴിഞ്ഞ 5 വർഷം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇനിയത്തെ കാലഘട്ടങ്ങളിൽ ഈ സോഫ്റ്റ്വെയറുകളുടെ പോലും പ്രസൻസ് ഇല്ലാതാവുന്ന ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെയൊക്കെ ബേസ് ആയിട്ട് വേണ്ടി വരുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നിർബന്ധമായിട്ടുണ്ടാവേണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു IT പ്രൊഫഷൻസിലേക്ക് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിലേക്ക് പോകുന്ന കുട്ടികൾ ഒരു നിർബന്ധമായിട്ടും ഒരു UG തലത്തിൽ അവർ AI ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കണം. AI ആദ്യം തന്നെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള കോഴ്സ് ആയിരിക്കാം. അപ്പോൾ അവരൊരു പക്ഷേ BCA പോലത്തെ കോഴ്സുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ BTech, CS ഇങ്ങനത്തെ കോഴ്സുകൾ UG തലത്തിൽ എടുക്കുകയും PG തലത്തിലേക്ക് വരുന്ന സമയത്ത് AI ഫോക്കസ് ഉള്ള കോഴ്സുകൾ ചെയ്തു കഴിഞ്ഞാലാണ് ഒരു വലിയ ജോലി സാധ്യതകൾ ഇനിയുള്ള ഒരു 10-12 വർഷത്തിൽ കിട്ടാൻ പോകുന്നത്. ടെക്നോളജി വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പ് ടെക്നോളജി ഇന്ന് ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കോഴ്സുകൾ അത്രയും വലിയ കോഴ്സുകളും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സുകളാണെങ്കിൽ മാത്രമേ നമുക്കിനി ഫ്യൂച്ചറിൽ ഈ പഠിച്ച കോഴ്സ് കൊണ്ട് ജോലി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് AI ഡെഫിനറ്റ്ലി ഒരു ഓപ്ഷനാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി, ഈ രണ്ടും കണക്റ്റഡ് ആണ്. സൈബർ സെക്യൂരിറ്റിയും ഇവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഇന്നത്തെ സ്പെഷ്യലൈസ് ആയിട്ട് AI മാത്രം പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി മാത്രം പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു പക്ഷേ കൂടുതൽ യൂണിവേഴ്സിറ്റികളും കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന സമയത്ത് ഒരു PG തലത്തിലാണെന്നുണ്ടെങ്കിൽ അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സൈബർ സെക്യൂരിറ്റിയും മിക്സ് ആയിട്ടുള്ള കോഴ്സാണ് കൊടുക്കുന്നത്. രണ്ടും വളരെ നല്ല കോഴ്സുകളാണ്. ഇതിനോടൊപ്പം തന്നെ നെറ്റ്വർക്കിംഗ് ആൻഡ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് എല്ലാ കമ്പനികൾക്കും ഇന്റേണൽ ആയിട്ട് ആവശ്യം വരുന്ന സിസ്റ്റം കൂടിയാണ്. നമ്മളെപ്പോഴും ഈ പറയുന്ന ഗൂഗിൾ വെബ്സൈറ്റ് ഇല്ലാതായി നോക്കുമ്പോൾ തന്നെ ഓരോ കമ്പനികൾക്കും അവരുടേതായിട്ടുള്ള ഇൻട്രാ നെറ്റ് കൂടി ആവശ്യമാണ്. കമ്പനികൾക്ക് വിത്തിൻ ആവശ്യമുണ്ടായിരുന്നു. പണ്ടൊക്കെ നമുക്ക് വാൻ അല്ലെങ്കിൽ ലാൻഡ് സിസ്റ്റംസ് ഒക്കെ മാറി ഇപ്പൊ എല്ലാം ഈ നെറ്റ്വർക്കിങ്ങിലാണ്. നെറ്റ്വർക്കിംഗ് ഒരു കമ്പനിയുടെ ഓഫീസ് ഒരു ജിയോഗ്രഫിക്കലായിട്ടൊരു ഏരിയയിൽ മാത്രമായിരിക്കുന്നില്ല. ഇന്നെല്ലാം ഗ്ലോബൽ കമ്പനികളുടെ കാലങ്ങളാണ്. പല കമ്പനികളുടെയും ഓഫീസ് പല രാജ്യങ്ങളിലായിരിക്കും. ഇതിന്റെ നെറ്റ്വർക്കിങ്ങും ഇതിന്റെ സെക്യൂരിറ്റി സിസ്റ്റംസും അറിയുന്ന വലിയൊരു വിഭാഗം ഈ പറയുന്ന ജോലി ഓപ്ഷൻസ് ഇനി വരാൻ കിടക്കുന്നുണ്ട്. കാരണം കമ്പനികൾ ഗ്ലോബൽ ആവുന്നു. ഇപ്പം നാഷണൽ ആയിട്ട് കമ്പനികളാണെങ്കിൽ പോലും ഇന്ത്യയിൽ പോലും 10-29 സംസ്ഥാനങ്ങളുണ്ട്. പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും വൈഡായിട്ട് കിടക്കുന്ന കമ്പനികളുടെ എല്ലാ കമ്പനി ഇൻട്രാ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനായിട്ടും വലിയൊരു വിഭാഗം ഇൻഫർമേഷൻ സിസ്റ്റംസ് ആവശ്യമുണ്ട്. അങ്ങനത്തെ സ്പെഷ്യലിസ്റ്റ് നോക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഈ പറയുന്ന ഇൻഫർമേഷൻ സിസ്റ്റം, നെറ്റ്വർക്കിംഗ് എന്നുള്ള കോഴ്സുകളും വളരെ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഈ രണ്ട് സെഗ്മെന്റുകളാണ് ടെക്നിക്കൽ സൈഡിൽ കൂടുതൽ വരുന്നത്. മെഷീൻ ലാംഗ്വേജ് പോലത്തെ ലേണിംഗ് പോലത്തെ കുറേ കോഴ്സുകൾ വേറെയുണ്ട്. ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അടുത്തൊരു 10 വർഷത്തേക്കുള്ള ഫ്യൂച്ചറിസ്റ്റിക് കോഴ്സ് നമ്മൾ പറയുന്ന സമയത്ത് ഇതിലത്തെ പല കോഴ്സുകളും ഈവൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുകൾ പോലും അപ്രസക്തമാവാൻ പോവുകയാണ്. കാരണം AI യുടെ വരവോട് കൂടിയിട്ട് പല കോഴ്സുകളും അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പം US-ലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്നറിയപ്പെടുന്ന ഇലോൺ മസ്ക്, ആൾ ആക്ച്വലി മെക്കാനിക്കൽ എഞ്ചിനീയർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ്. ആള് ഹാൻഡ്സ് ഓൺ ആയിട്ട് എല്ലാ പുതിയ ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആൾ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. എല്ലാ പ്രൊഡക്ഷൻസും മാനുഫാക്ചറിങ്ങും ഒക്കെ ആൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു യൂസേജോട് കൂടിയിട്ടാണ്. അപ്പം നമുക്കിനി ഇവൻ റോക്കറ്റ് സയൻസിലേക്ക് പോകണമെങ്കിൽ പോലും ഇപ്പോൾ മാർസിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതൊക്കെയാണ് ഇനി ഫ്യൂച്ചർ വരാൻ പോകുന്നത്. ഇന്ത്യയിലത്തെ പോലും ചന്ദ്രയാൻ പ്രൊജക്ടുകൾ ഇന്ത്യയും പുറത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ലോക രാജ്യങ്ങളൊക്കെ പുറത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്കൊക്കെ നമുക്ക് മുന്നോട്ട് നയിക്കണമെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് എഡ്യൂക്കേഷൻ മെത്തേഡിൽ മാത്രം പോരാ, വി നീഡ് ടു ഗെറ്റ് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആസ് വെൽ. കമ്പ്യൂട്ടേഴ്സിനെ നമ്മുടെ ഹെൽപ്പിലേക്ക് എത്തിക്കാനായിട്ടാണ് നമ്മൾ AI പോലത്തെ കോഴ്സ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് AI എന്ത് സെഗ്മെന്റിൽ നിന്നുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എന്ത് സെഗ്മെന്റ് പോയിട്ടുണ്ടെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒഴിച്ചുകൂടാനാവാത്ത സംഭവമാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് അതിന്റെ ഭാഗം തന്നെയാണ്. ദാറ്റ് വിൽ മേക്ക് സോഫ്റ്റ്വെയർ മേക്കിംഗ് ഈസിയർ. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ ആവശ്യം റിലേറ്റീവ് കുറവാകാനുള്ള പോസിബിലിറ്റീസ് ഫ്യൂച്ചറിലേക്ക് കാണുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡിൽ കുറച്ചും കൂടി ഡെവലപ്മെന്റ് വരാൻ ചാൻസ് ഉള്ളത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആണ്. നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്നു, കാര്യങ്ങൾ അറിയുന്നു, പക്ഷേ എന്താണോ എൻഡ് പ്രൊഡക്റ്റ് വേണ്ടതെന്ന് ആദ്യം ഡിസൈൻ ചെയ്ത് ഡിസൈനേഴ്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ അപ്ലൈഡ് ഇലക്ട്രോണിക്സിന്റെ പല ആവശ്യങ്ങൾ വരുന്നത്. ക്വാണ്ടം ഫിസിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ഇത് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കൊക്കെ എത്താനായിട്ട് യൂസബിൾ ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നതും അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആണ്. ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് PG തലത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടറിന്റെ തലത്തിലായാലും ഇലക്ട്രോണിക്സിന്റെ തലത്തിലായാലും ഒരു ടെക്നിക്കൽ എഡ്ജിൽ നമുക്ക് പറയാൻ പറ്റും. ഇതുപോലെ തന്നെ മെക്കാനിക്കൽ ആസ്പെക്ട്സും സാറിന് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പറയാൻ പറ്റും? മെക്കാനിക്കൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആസ്പെക്ട്സിൽ പഠിക്കുന്നു, അതിന്റെ ഓട്ടോമേഷനും എങ്ങനെയാണ് വരാൻ പോകുന്നത്? മെക്കാനിക്കലിന്റെ കാലഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക്കൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എല്ലാം ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാരണം ഇനിയിപ്പം നമ്മുടെ നാട്ടിലത്തെ മെക്കാനിക്കലിന്റെ മെയിൻ ആയിട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ കാറുകളും സംഭവമൊക്കെ ആയിരുന്നു പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്. അതുപോലെ ഇപ്പോൾ കാറുകൾക്ക് എഞ്ചിൻ ഇല്ലാണ്ടായി, എഞ്ചിൻ ഇല്ലാത്ത ഇവൻ എന്ത് മെക്കാനിക്സ്. അപ്പം എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫാസ്റ്റർ പേസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മെക്കട്രോണിക്സ് പോലത്തെ കോഴ്സുകൾക്ക്, റോബോട്ടിക്സ് പോലത്തെ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ AI വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോബോട്ടിക്സും മെക്കട്രോണിക്സും കൺസിഡർ ചെയ്യാവുന്നതാണ് വിത്ത് എ ഫോക്കസ് ഓൺ AI. AI ആണ് അതിന്റെ കീ എലമെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ എഞ്ചിനീയറിംഗ് സൈഡ് ആണ് ചിന്തിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിന്റെ മെഡിക്കൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ എന്തൊക്കെയാണ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രോഗ്രാംസ് സാറിന് മനസ്സിൽ പ്ലാൻ ചെയ്യാൻ പറ്റും? ഹെൽത്ത് കെയർ അല്ലെങ്കിൽ സാറിന് ക്ലിനിക്കൽ പ്രോഗ്രാംസ് എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്കാണെങ്കിൽ ഞാൻ കുറച്ച് ട്രഡീഷണൽ സംസാരിക്കേണ്ടി വരും. കാരണം പണ്ടും ഞാൻ സംസാരിക്കുന്ന സമയത്ത്, ഇന്നും സംസാരിക്കുന്ന സമയത്ത്, ഇനി നാളെ സംസാരിക്കുന്ന സമയത്തും നേഴ്സിംഗ് എന്നുള്ളത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രൊഫഷൻ തന്നെയാണ്. എത്രയൊക്കെ AI വന്നു പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ വന്നു പറഞ്ഞു കഴിഞ്ഞാലും നേഴ്സസ് ഈസ് റിക്വയർഡ് ഗ്ലോബലി. അത് നമുക്ക് കണ്ണു തുറന്ന് കാണിച്ചു തന്നത് കൊറോണ ആയിരുന്നു മാത്രം. അന്നാണ് പലർക്കും മനസ്സിലായത് ഒരു രാജ്യത്തിന് പട്ടാളക്കാരനെക്കാട്ടും കൂടുതൽ ആവശ്യമുള്ളത് നേഴ്സുമാരെ മനസ്സിലാക്കുന്ന സംഭവമായിരുന്നു. അപ്പോൾ നേഴ്സിംഗ് പ്രൊഫഷൻ ഈസ് ഗോയിങ് ടു ലാസ്റ്റ് മച്ച് ലോങ്ങർ ദാൻ വി എക്സ്പെക്ടഡ്. അപ്പം ആ ഒരു പ്രൊഫഷൻ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. മെഡിക്കലിൽ നല്ല നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ അഡൽട്ട് നേഴ്സിംഗ് ആണ് കൂടുതൽ കുട്ടികൾ സെലക്ട് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ സ്കിൽ നേഴ്സിംഗും അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഈ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ പരിചരിക്കുന്ന നേഴ്സിംഗ് സെഗ്മെന്റ്സ് ഉണ്ട്. സീനിയർ കെയറിന്റെ പോലത്തെ പ്രോഗ്രാംസുകളുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഈ പറഞ്ഞ കുറച്ച് ഓപ്പറേഷൻ തിയേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള നേഴ്സിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കുറച്ച് കുട്ടികൾക്ക് അത്ര നമ്മുടെ നാട്ടിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾ അങ്ങനെ കുറച്ച് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ കുട്ടികൾ നോക്കുന്ന തരത്തിലുള്ള നേഴ്സിംഗും ഉണ്ട്. നേഴ്സിംഗിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. എങ്കിലും കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അഡൽട്ട് നേഴ്സിംഗ്, അതായത് നമ്മുടെ BSc നേഴ്സിംഗ്, ഈ കോഴ്സിന് തന്നെയാണ് വളരെയധികം ഡിമാൻഡ് ഉള്ളത്. ഇത്തരം കോഴ്സുകൾ ഇന്ത്യയിൽ തന്നെ വളരെ നല്ല ഡിമാൻഡ് ഉണ്ട്. കൂടാതെ US-ലും UK-ലും ഓസ്ട്രേലിയയിലും എല്ലായിടത്തും ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഇതിന് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഫഷനാണ് നേഴ്സിംഗ് പ്രൊഫഷൻ. ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ നമുക്കറിയാം വളരെ റിക്വയർഡ് ആണ്. ഡോക്ടർമാരെ കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നേഴ്സുമാർക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള അതർ ഫാർമസിസ്റ്റും ജോലി അല്ലെങ്കിൽ ചെയ്യാനുള്ള കണക്റ്റഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഡോക്ടർ എന്ന പ്രൊഫഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊഫഷനാണ്. നമ്മൾ പണ്ട് പറഞ്ഞതുപോലെ വെറുതെ ഒരു MBBS എടുത്തുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല. നമുക്ക് ഒരു സ്പെഷ്യലൈസേഷൻ വേണം. അപ്പോൾ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ഒരു MD DM ക്വാളിഫിക്കേഷനുള്ള ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രൊഫഷൻ ഈസ് ഓൾസോ ഗോയിങ് ടു ഗെറ്റ് യു ഹൈ റിസൾട്ട്സ് ഇൻ ദ ലോങ്. മെഡിക്കൽ ഫീൽഡിൽ നമുക്കറിയാം ഈ ഫാർമസി ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ
ഇതിനുമൊക്കെ ചിലപ്പോൾ AI ആയിട്ട് കുറെ കണക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഓപ്പറേഷൻ സൈഡിലും റോബോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ കണക്ട് ചെയ്തുകൊണ്ട് അതിലും AI-യുടെ ഇംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതകളുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ സംസാരിച്ചത് പ്രധാനമായിട്ടും നേഴ്സസ് അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ അല്ലെങ്കിൽ സമയത്ത് നമ്മൾ കൂടുതലും മനുഷ്യന്മാരായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഹ്യൂമൻ ബീങ്സിന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. ഇതേപോലെ തന്നെ അഗ്രികൾച്ചറൽ വെറ്റിനറി എന്നുള്ള കോൺസെപ്റ്റ് വരുന്നുണ്ട്. കാരണം നമ്മൾ പണ്ട് സംസാരിക്കുന്ന പോലെ പെറ്റ് അനിമൽസിനെ നോക്കാനുള്ള ഒരു വെറ്റ് ആയിരുന്നു വെറ്റിനറി എന്നുണ്ടെങ്കിൽ ഇന്ന് ബേസിക്കലി മാസ് ബേസിലാണ് പല പ്രൊഡക്ഷൻസും നടക്കുന്നത്, ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇപ്പൊ നമുക്കിപ്പോ ചിക്കൻ പ്രൊഡക്ഷൻ ആണെങ്കിലും ബീഫിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും പോർക്ക് ആണെങ്കിലും ലാമ്പിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാം മാസ് ലെവലിൽ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അതിന്റെ ഓരോ മസിൽ മൂവ്മെന്റും മസിൽ ഡെവലപ്മെന്റും ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി വരുന്നത്. കാരണം അതിലാണ് ബിസിനസ്. സോ ഇഫ് ദേ ക്യാൻ ഗെറ്റ് ദി അനിമൽ ഹൈ ലോങ്ങർ ലൈഫ് വിത്ത് ലൈക്ക് ഷോർട്ട് സ്പാൻ ലൈക്ക് ദ മസിൽ മൂവ്മെന്റ് ആൻഡ് ഓൾ ദിസ് തിങ് ദേ ക്യാൻ മേക്ക് ലോട്ട് ഓഫ് മണി ഓൺ ദാറ്റ്. അതിലൊരു ബിസിനസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രി വളരെ വലിയ രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറ്റിനറി സയൻസ് പോലെ തന്നെ അഗ്രികൾച്ചർ സയൻസ് ഒരു പക്ഷേ ബയോടെക്നോളജി, കാരണം ബയോടെക്നോളജി വെച്ചിട്ടാണ് ഇനി അഗ്രികൾച്ചർ പുതിയ ജീൻസിന്റെ ഒക്കെ പുതിയ ട്രാൻസിഷൻ സംഭവിക്കാൻ പോകുന്നത്. അതിലും ധാരാളം ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ BTS വഴുതനങ്ങ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഒരു 5-6 വർഷം മുമ്പ് 1 വർഷമൊക്കെ നടന്നിരുന്നു. ഇപ്പൊ ആരും സംസാരിക്കുന്നില്ല. ഇപ്പൊ വരുന്ന എല്ലാ പ്രൊഡക്റ്റുകളും, അതായത് നമുക്ക് ഹൈ ഈൽഡ് ആവശ്യമുള്ള തക്കാളി പോലും നമുക്ക് വരുന്നത് എല്ലാം ഇവർ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ട് വരുന്നതാണ്. അതിനും ആവശ്യം വരുന്നത് ബയോടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് പ്രോഗ്രാമുകളാണ്. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ പറയുന്നത് എനിക്ക് അറിയില്ല. പക്ഷേ നിങ്ങൾ അടുത്ത 10 വർഷത്തേക്ക് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കോഴ്സുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിഭാഗം കുട്ടികൾ ആർട്സ് ആൻഡ് സയൻസിനാണ് പോകുന്നത്. അപ്പോൾ ഈ 5-10 വർഷത്തിനുള്ളിൽ അവർ പ്ലാൻ ചെയ്യേണ്ടത്, അതായത് അതുമായി കണക്ട് ചെയ്ത് ആർട്സ് ആൻഡ് സയൻസും എഞ്ചിനീയറിംഗും ഇപ്പൊ മെഡിക്കലും സാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആർട്സ് ആൻഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് എന്താണ്? ആർട്സ് ആൻഡ് സയൻസ് ആയിട്ട് നേരത്തെ പറഞ്ഞ ഒരു പ്രൊഫഷൻ നമ്മുടെ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ്, ഇതും ബേസിക്കലി നമ്മുടെ എത്രയൊക്കെ AI വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ ഹ്യൂമൻസ് ഹാസ് ടു ഓപ്പറേറ്റ് ദിസ് വൺ. അപ്പോൾ ഒരു ആർട്സ് ആൻഡ് സയൻസ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ്. അതിന് രൂപവും ഭാവവും കുറച്ചുകൂടി മാറും. ഇപ്പൊ പഠിപ്പിക്കുന്ന രീതിയിൽ നിന്നും ഈ പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എലമെന്റ് അതിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പം വിദേശത്തൊക്കെ പോയി കാണുന്ന സമയത്ത് അവർ കൂടുതലും പഠിപ്പിക്കുന്നത് ഈ പൈപ്പ് ലൈൻ മാനേജ്മെന്റും വെയർ ഹൗസ് മാനേജ്മെന്റും കൂടുതൽ പഠിപ്പിക്കുന്നത് ഈ സപ്ലൈ ചെയിനിൽ. അതെന്ന് പറഞ്ഞാൽ AI ബേസ്ഡ് ആയിട്ടുള്ളത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം ആ ഒരു കോഴ്സിനും ഈ പറഞ്ഞ പോലെ ഒരു ലോങ് ടേം ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കുട്ടികൾക്ക് ജോബ് കിട്ടാനായിട്ടുള്ള പ്രൊഫഷൻസിന് ഞാൻ അതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രൊഫഷനാണ് അപ്ലൈഡ് സൈക്കോളജി. നമ്മൾ പെട്ടെന്ന് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു സയൻസ് സ്ട്രീം ആണെന്നൊക്കെ കരുതും. സയൻസ് പഠിച്ച കുട്ടികൾ തന്നെയാണ്, പക്ഷെ അതിന്റെ ഇമ്പാക്ട് ബിസിനസ്സിലേക്ക് ധാരാളം വരുന്നുണ്ട്. കാരണം കസ്റ്റമർ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോഴും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് സെല്ലിങ്ങിന്റെ കാര്യങ്ങളിലും മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങളിലും ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കുന്നു, ഒരു സിറ്റുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഇൻപുട്ട് ഒരുപക്ഷെ മാർക്കറ്റിംഗ് മാനേജേഴ്സിന് കൊടുക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ അപ്ലൈഡ് സൈക്കോളജിസ്റ്റുകൾക്കായിരിക്കും, വിത്ത് സ്പെഷ്യാലിറ്റി ടു ദ ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ കസ്റ്റമർ ബിഹേവിയർ എന്നുള്ള കോൺസെപ്റ്റില്. അപ്ലൈഡ് സയൻസ് അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു വലിയൊരു മൂവ്മെന്റ് ആയിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം കുട്ടികൾ ഈ പറഞ്ഞ പോലെ അപ്ലൈഡ് സയൻസ് അപ്ലൈഡ് സൈക്കോളജി ചോദിച്ച് വരുന്ന കുട്ടികളുണ്ട്. ഇനി ഇതിലെല്ലാം ഈ പറഞ്ഞ ആർട്സ് ആൻഡ് സയൻസിന്റെ ഒരു പ്രോപ്പർ തീം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്ലിനിക്കൽ കേസിന്റെ സമയത്ത് പറഞ്ഞ സമയത്ത് നമ്മൾ നേഴ്സിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് സോഷ്യൽ വർക്ക് എന്നുള്ള കോൺസെപ്റ്റാണ്. കണ്ടമാനം നമ്മുടെ നാട്ടിലെ സോഷ്യൽ വർക്കിന് റിലവൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഒരു പുതിയ കൾച്ചർ ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ടും റെഫ്യൂജീസിന്റെ സ്റ്റാറ്റസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഡ്രഗ് അബ്യൂസ് നടക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളിലും ഇതിനൊക്കെ ഒരു ക്ലിനിക്കൽ ഹെൽപ്പ് മാത്രം പോരാ, അവർക്ക് സോഷ്യൽ വർക്കിന്റെ ഹെൽപ്പ് കൂടി വേണം. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഈ ഒരു ഫീൽഡ് അത്ര പ്രൊമിനന്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയി വന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നേരത്തെ നേഴ്സുമാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ വർക്കിന്റെ എലമെന്റ് വളരെ സ്ട്രോങ് ആണ്. ആ എലമെന്റിലേക്ക് നമുക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഇനി പ്യുവറായിട്ട് ബിസിനസിന്റെ കാര്യങ്ങൾ മാത്രം നോക്കണം കുട്ടികൾ, കോമേഴ്സ് മാത്രം പഠിച്ചുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ നേരത്തെ നമ്മൾ IT പറഞ്ഞ സമയത്ത് ഡാറ്റ അനലിറ്റിക്സിന്റെ കാര്യം പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബിസിനസ് അനലിറ്റിക്സ്,
ഡാറ്റ അനലിറ്റിക്സ് എന്ന് കുറച്ചും കൂടി ഒരു IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പക്ഷേ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വന്നു കഴിഞ്ഞാൽ അത് അതിൽ ടേക്ക് ഓവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സ് ബേസിക്കലി ഒരു ഡാറ്റയുടെയും ഒരു ബിസിനസ് സെയിൽസ് മാനേജറിന്റെയും ഒരു കൊളാബറേഷൻ ആയിട്ടുള്ള കോഴ്സാണ്. അതിൽ ഒരു ഹ്യൂമൻ ടച്ച് വളരെ അത്യാവശ്യമാണ്. ബിസിനസ് ഡിസിഷൻ എടുക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ്. അപ്പോൾ ബിസിനസ് അനലിറ്റിക്സും വളരെ സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഫ്യൂച്ചറിസ്റ്റിക് വേവ് നോക്കാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ 3 ബ്രാഞ്ചിനെ കുറിച്ചും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരുന്ന ഫ്യൂച്ചറിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഇനി മുതൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ കം ടു JBAG Fly. We are ready to counsel you with a psychometric analysis test. അല്ലേ? നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സൈക്കോമെട്രിക് അനാലിസിസിലൂടെ തന്നെ കുട്ടികളുടെ ആ ക്ലസ്റ്റർ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോഗ്രാമിലേക്ക് കൗൺസിൽ ചെയ്യാൻ we are ready with you. So thank you. Thank you, sir.